നമസ്കാരം. രാജധാനി വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നവ്യ ഫ്രിജ്. പ്രധാന വാർത്തകൾ. വിശുദ്ധ പത്രോസ്ലീഹായുടെ തിരുനാൾ ആചരിച്ച് മുണ്ടത്തിക്കോട് ഇടവക. കേന്ദ്രസമിതി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നു. ഹെവൻലി ബ്ലിസ് ചാനലിന് ഇനി മുതൽ പുതിയ നേതൃത്വം. ജൂലൈ 3 ദുക്രാന തിരുനാൾ ആചരിച്ചു. വാർത്തകൾ വിശദമായി. സഭയുടെ വിശ്വസ്ത സൂക്ഷിപ്പുകാരൻ പത്രോസ്ലീഹായുടെ തിരുനാൾ ഇടവകയിൽ ആചരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യ വിശുദ്ധ കുർബാനയ്ക്ക് സെന്റ് പീറ്റർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ പത്രോസ്ലീഹായുടെ തിരുനാൾ നമ്മുടെ ഇടവകയിൽ ആചരിച്ചു. അന്നേ ദിവസത്തെ വായനകൾക്കും നേർച്ച വിതരണത്തിനും സെന്റ് പീറ്റർ കുടുംബ കൂട്ടായ്മ നേതൃത്വം നൽകി. കേന്ദ്രസമിതി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി യോഗത്തിൽ കേന്ദ്രസമിതി കൺവീനർ ജെയ്സൺ കണ്ണനായ്ക്കൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു. വികാരി ഫാദർ ജോൺ പാവറട്ടിക്കാരൻ, CKC കോൺവെന്റ് മദർ സിസ്റ്റർ ലിസ്ബി എന്നിവർ സന്നിഹിതരായിരുന്നു. അന്നേ ദിവസത്തെ യോഗത്തിൽ വെച്ച് വികാരി ഫാദർ ജോൺ പാവറട്ടിക്കാരന്റെ ഫീസ്റ്റ് ആഘോഷിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. യോഗത്തിലെ പ്രധാന തീരുമാനം: ജൂലൈ 5 വേലൂർ കുറുമാൽ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ വടക്കാഞ്ചേരി മേഖല അസീസിയൻ ആത്മീയ സംഗമത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നും കേന്ദ്രസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും കൈക്കാരന്മാരും യൂണിറ്റ് പ്രസിഡന്റുമാരും പങ്കെടുക്കുന്നതിന് തീരുമാനിച്ചു. പുതിയ നേതൃനിരയുമായി ഹെവൻലി ബ്ലിസ്. ഡയറക്ടർ ഫാദർ ജോൺ പാവറട്ടിക്കാരൻ, കൺവീനർ ബിജു പോൾ അയ്യങ്കേരിൽ, സെക്രട്ടറി മിനി മാർട്ടിൻ, ട്രഷറർ റോബർട്ട് കണ്ണനായ്ക്കൽ, ജോയിന്റ് കൺവീനർ ലിൻസൺ ചിരിയങ്കണ്ടത്ത്, അൽഫിയ തോമസ്, ജോയിന്റ് സെക്രട്ടറി റിജോയ് ജോസ്, ജെസി ജോയ്. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അലക്സ് ചെറുവത്തൂർ, ഹേമ റോബിൻസൺ, ജിജി മിൻഡോ, ജോമോൾ ജോഷി, അന്ന റോബിൻസൺ. ദുക്രാന തിരുനാൾ ഇടവകയിൽ ആചരിച്ചു. ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാൾ ജൂലൈ 3 ആചരിച്ചു. ഇന്ന് രാവിലെ 6:30 നടന്ന ദിവ്യബലിക്കും മറ്റ് തിരുക്കർമ്മങ്ങൾക്കും ഇടവക വികാരി ഫാദർ ജോൺ പാവറട്ടിക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഗായിക സംഘത്തിന്റെ മീറ്റിംഗ് നടന്നു. വികാരി ഫാദർ ജോൺ പാവറട്ടിക്കാരൻ, ആനിമേറ്റർ സിസ്റ്റർ റീബ എന്നിവർ സന്നിഹിതരായ മീറ്റിംഗിൽ പുതുതായി ഗായിക സംഘത്തിലേക്ക് ചേർന്നവരെ സ്വാഗതം ചെയ്തു. ലോഗോസ് പഠന പരമ്പരയുമായി ഹെവൻലി ബ്ലിസ് ചാനൽ. 2026 വർഷത്തെ ലോഗോസ് പാഠ്യഭാഗങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പഠന പരമ്പരയ്ക്ക് ഹെവൻലി ബ്ലിസ് ചാനൽ ആരംഭം കുറിച്ചു. കാറ്റഗിസം വാർത്തകളിലേക്ക്. ലോഗോസ് രജിസ്ട്രേഷൻ തുടരുന്നു. താല്പര്യമുള്ളവർ കാറ്റഗിസം പ്രിൻസിപ്പളുമായി ബന്ധപ്പെടേണ്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച വിശ്വാസ പരിശീലന അസംബ്ലിയിൽ വെച്ച് നഴ്സറി മുതൽ ACC വരെയുള്ള ക്ലാസുകളിലെ ലീഡർമാർക്ക് പ്രിൻസിപ്പൽ വെറോനിക്ക ടീച്ചർ ബാഡ്ജുകൾ നൽകി. ജൂലൈ 6 71ാം പിറന്നാൾ ആഘോഷിക്കുന്ന തിമ്മണ്ണൂർ റാഫേലിന് കുടുംബാംഗങ്ങളുടെയും ഹെവൻലി ബ്ലിസ് ചാനലിന്റെയും ജന്മദിനാശംസകൾ. അറിയിപ്പുകൾ. അടുത്ത ഞായറാഴ്ച വിൻസെന്റ് പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ സെന്റ് ജോർജ് ഫ്രസാത്തിയുടെ തിരുനാൾ ആചരിക്കുന്നു. അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KLM സംഘടനയുടെയും നവോമി കൂട്ടായ്മയുടെയും മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ജൂലൈ 5 ഞായറാഴ്ച CLC സംഘടന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദിനമായി ആചരിക്കുന്നു. അടുത്ത ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ഗായിക സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച 4 മണി മുതൽ മാതൃവേദിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ജൂലൈ 10 രണ്ടാം വെള്ളിയാഴ്ച കപ്പേളയിൽ പതിവുള്ള ലതീഞ്ഞ് നൊവേന ഉണ്ടായിരിക്കും. ഈ ആഴ്ചയിലെ വായനകൾ വിൻസെന്റ് പോൾ സംഘടന. വാർത്തകളോട് അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.